നമസ്കാരം. ഒരു ചാനൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അത് പരിചയപ്പെടുത്താൻ എനിക്കറിയുന്ന ആളോ ഒന്നുമല്ല. പക്ഷേ ഞാൻ ഈ ഹൈറിച്ചിൻ്റെ വിഷയത്തിൽ അദ്ദേഹം ഒരു ചാനൽ, ആ ചാനലിൽ നടത്തുന്ന അവതാരകൻ ലോജിക്കൽ ടോക്സ് എന്നാണ് ചാനലിൻ്റെ പേര്. ആ ചാനലിൽ ഈ ഹൈറിച്ചിൻ്റെ ഈ വിഷയം വന്നപ്പം വിഷയത്തിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ഒരു ചാനൽ, പലരും കണ്ടിട്ടുണ്ടാവും, കാണാത്തവർ കാണേണ്ടതാണ്. അതായത് ഇദ്ദേഹം കൃത്യമായിട്ട് ഈ ബഡ്സ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ബഡ്സ് ആക്ടിലെ നിയമത്തിൽ പറയുന്ന പോയിന്റുകൾ എന്താണ്, ഈവൻ അതിൽ ഈ ഹൈറിച്ചിൻ്റെ വിഷയത്തെക്കുറിച്ചും പുള്ളി പറയുന്നുണ്ട്. ഈ ഹൈറിച്ച്, കാരണം ഇപ്പോൾ കത്തി നിൽക്കുന്ന വിഷയം ഹൈറിച്ച് ആണല്ലോ. ഈ ബഡ്സ് ആക്ടിൽ ഇത്രയും വലിയൊരു വലിയ സംഭവം നടക്കുന്ന ഒരു വിഷയം ഹൈറിച്ചിൻ്റെ ആണ്. അപ്പോൾ ഹൈറിച്ചിൻ്റെ വിഷയത്തിൽ റിയലിസ്റ്റിക്കലി ഹൈറിച്ച് കൊടുക്കുന്ന വരുമാനം, ഹൈറിച്ചിൻ്റെ ബിസിനസ് പ്ലാനുകൾ, ഹൈറിച്ചിൻ്റെ ബിസിനസ്സിൽ ഈ OTT അത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ ലോജിക്കൽ ടോക്സ് വളരെ ലോജിക്കായിട്ട് കറക്റ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഏത് രീതിയിൽ സ്റ്റാൻഡ് എടുത്താൽ, അതിന് നെഗറ്റീവ് സ്റ്റാൻഡ് എടുക്കണമെങ്കിൽ ഇതിൻ്റെ റിയലായിട്ടുള്ള റിയലിസ്റ്റിക് കാര്യങ്ങളെല്ലാം കണ്ണടച്ചിട്ട് കുറേ കള്ളം പറയുകയും ഒന്നും പഠിക്കാതെ ഒന്നും മനസ്സിലാക്കാതെ കേൾക്കാത്ത പാടെ കടന്ന് ഈ ആരോക്കോ പൈസ കിട്ടി, ആർക്കോ വരുമാനം കിട്ടി എന്നതിൻ്റെ ചൊറിച്ചിൽ കൊണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയാൽ അത് നെഗറ്റീവേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അത് കൃത്യമായിട്ട് പഠിക്കുകയും അത് കൃത്യമായിട്ട് പഠിക്കാം. എന്തെങ്കിലും അതിനെ പൊട്ടിക്കാൻ വേണ്ടിയല്ല പഠിക്കേണ്ടത്. പൊട്ടിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ പൊട്ടിക്കാനുള്ള കാര്യങ്ങളെ കാണുള്ളൂ. അപ്പോൾ എല്ലാ തരത്തിലും കൃത്യമായി പഠിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ പോയി കേൾക്കാം. ഞാനതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, കമൻറ്റിൽ ഇടുന്നുണ്ട്. ആ ലിങ്കിൽ കയറി ഓരോ വീഡിയോയും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് ഇത് എന്താ പറയുക, ബഡ്സ് ആക്ട് എന്ന് പറഞ്ഞ ഈ ഹൈറിച്ചിൻ്റെ ഈ വിഷയം, ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ബഡ്സ് ആക്ട് എന്ന് പറഞ്ഞൊരു സാധനത്തെക്കുറിച്ചാണ് കേൾക്കുന്നത്. അപ്പോൾ പക്ഷേ ഞാനതൊന്നും കേട്ടിട്ടല്ല ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഹൈറിച്ച് പറ്റിപ്പ് നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുങ്ങൾ കടന്നുകൊണ്ട് ഈ കൊട്ടി ഘോഷിച്ച് വീഡിയോ ഇടുന്ന കണ്ടിട്ടാണ് ഞാനിത് തുടങ്ങിയത്. കാരണം ഞാൻ ഈ ഇത്രയും കാലമായിട്ട് ഈ ഹൈറിച്ചിനെ കുറിച്ച് കേൾക്കുന്നു. കുറേ പേർക്ക് പൈസ കിട്ടുന്നു, വരുമാനം കിട്ടുന്നു, ഒരു നല്ല കോൺസെപ്റ്റ്, ഒരു നല്ല ഐഡിയ, ഒരുപാട് പേർക്ക് ഉപകാരപ്പെടാൻ പോകുന്ന ഒരു ഐഡിയ, അത് രാജ്യത്തിന് തന്നെ നല്ല രാജ്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തിലെ ജനങ്ങൾക്ക്, നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടീശ്വരന്മാരുടെ രാജ്യമല്ല, പാവപ്പെട്ടവരുടെ സാധാരണക്കാർക്ക് നല്ല ഉപകാരം ഉണ്ടാവാൻ പോകുന്ന, എന്നാൽ ഉപകാരം ഉണ്ടായില്ലെങ്കിലും ആർക്കും ഉപദ്രവമാകാൻ ഒരു സാധ്യതയും ഇല്ലാത്ത, അതതിൻ്റെ കൃത്യമായ പ്ലാനുകളും കാര്യങ്ങളെല്ലാം അതിൻ്റെ രീതിയിൽ മുറക്കി നടക്കുകയാണെങ്കിൽ ഒരു ഇത് ഉണ്ടാവാൻ പോകില്ലാത്ത, അതിനൊരു നല്ല ഐഡിയ, നല്ല ബിസിനസ്, നല്ലൊരു പ്ലാന്, നല്ലൊരു കോൺസെപ്റ്റ്. അപ്പോൾ അതിനെ അവർ ആ കോൺസെപ്റ്റിനെ വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിലാണിപ്പോൾ. അപ്പോൾ അതിനൊരു പീക്ക് ടൈം ഉണ്ട്. ഇപ്പോൾ എല്ലാ കമ്പനിക്കും, ഏത് കമ്പനിയാണെങ്കിലും, ഇപ്പോൾ എലോൺ മസ്കിൻ്റെ ടെസ്ല എന്ന് പറഞ്ഞ കമ്പനിയെ എടുത്താൽ, ഞാനൊരു വലിയ ഉദാഹരണം പറയുന്നതാണ്, എന്നാലും ഓക്കെ, ടെസ്ല ഏത് കമ്പനി എടുത്താലും ആ കമ്പനി എന്ന് പറഞ്ഞാൽ അത് തുടങ്ങിയ 2-3 വർഷം 4 വർഷമൊക്കെ നഷ്ടത്തിലും, പിന്നെ അതിൻ്റെ പരീക്ഷണ ഘട്ടങ്ങളിലും ഫെയിലിയറുകളിലും പിന്നെ ഒക്കെ പോയിട്ടാണ് ഇപ്പോൾ ടെസ്ല എന്ന് പറഞ്ഞ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രിക് കാർ മേക്കർ കമ്പനിയായി ഒരു കമ്പനിയായി മാറിയത്. പക്ഷെ ഇവിടെ ഹൈറിച്ചിന് നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. പിന്നെ അതിൻ്റെ ക്ലിയറായ സ്റ്റെപ്പിൽ വളർന്നു വരുന്നതിൻ്റെ ഓരോ കാലഘട്ടങ്ങളിൽ അതിൻ്റേതായ രീതിയിൽ റിസ്ക് എടുത്ത് ബിസിനസ് ചെയ്ത് അതിൻ്റെ ആളുകളെ ജോയിൻ ചെയ്യിപ്പിച്ച് വളർത്തി. നമ്മുടെ നാട്ടിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഇങ്ങനെ ഒരു ബിസിനസ്സിനെ ആളുകളെ പങ്കെടുപ്പിച്ച് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഹൈറിച്ച്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ നിയമവശത്തിലും എങ്ങനെയാണ്, നിയമത്തിൽ ബഡ്സ് ആക്ട് എന്ന് പറഞ്ഞ നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനി എന്തെങ്കിലും ഒരു നിയമവിരുദ്ധമായ കാര്യം ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അത് പഠിച്ചിട്ടുള്ള ആൾ തന്നെ പറയുന്ന ഒരു ചാനലിൽ പറയുന്നതാണ്, ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾക്കും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കയറി കാണുക. അദ്ദേഹത്തിൻ്റെ 2-3 വീഡിയോസ് ഉണ്ട്, അത് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.